മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറയും ചേരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ ക്ഷമാപണം നടത്തുകയാണ്, താങ്കളിലേക്ക് എത്താൻ സാധിച്ചില്ല. അതിനിടയിലാണ് ഞങ്ങൾക്ക് ഒരു അതിഥി ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്നത്. ക്ഷമിക്കുക. തിരുവനന്തപുരം മാറി ചിന്തിച്ചു ശ്രീ ജോർജ് പൊടിപ്പാറ. കേരളവും മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചകങ്ങൾ തന്നെയല്ലേ ദൃശ്യമാകുന്നത്? ശ്രീ ജോർജ് പൊടിപ്പാറ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? അനിൽ നമ്പ്യാർ, തീർച്ചയായിട്ടും താങ്കളാ പറഞ്ഞത് യഥാർത്ഥ വസ്തുതയാണ്. കേരളം മാറി ചിന്തിച്ചു. ആ മാറി ചിന്തിച്ച കൂട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ UDF-നെയും LDF-നെയും വിട്ട് UDF-നെയും ചിലയിടത്തെങ്കിലും, തിരുവനന്തപുരം അടക്കമുള്ള ചില സ്ഥലങ്ങളിലെങ്കിലും BJP-യെയും വളരെ എന്താ പറയാ, അവരെയും അംഗീകരിച്ചു. അവർക്കും ശ്രദ്ധാർഹമായിട്ടുള്ള നല്ല തിളങ്ങുന്ന വിജയം സമ്മാനിച്ചു. ഒരു കാര്യം ഇതിനകത്ത് വ്യക്തമാണ് അനിൽ നമ്പ്യാർ, രാഷ്ട്രീയമായിട്ടുള്ള ഇടതുമുന്നണിയുടെ നിലപാടുകൾക്കുള്ള ജനങ്ങളുടെ തിരസ്കാരം, ജനങ്ങൾ സർക്കാർ വിരുദ്ധ വികാരം വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചു എന്ന് വേണം വിചാരിക്കാൻ. ഞാൻ ഒരു പടി കൂടി കടന്നു പറയാണ്. ശരിക്കു പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു പിണറായി വിരുദ്ധ വികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. തീർച്ചയായും അത് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഇതുവരെയുള്ള ഇടതുമുന്നണിയുടെ എല്ലാ നയങ്ങളെയും, ആ നയങ്ങളുടെ എല്ലാം കാരണഭൂതൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. ഇടതുമുന്നണി സർക്കാർ എന്ത് ചെയ്യണം, ഇടതുമുന്നണി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ മുന്നണി എന്ത് ചെയ്യണം, അതുപോലെ തന്നെ എന്തായിരിക്കണം നയങ്ങൾ, എന്തായിരിക്കണം പരിപാടികൾ, എന്തൊക്കെയായിരിക്കണം പോലീസിനെ ഉപയോഗിച്ച് പോലും ചെയ്യേണ്ടതെന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു ഏകാധിപതിയെ പോലെ തീരുമാനിച്ചത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഇംഗിതം, ആ മുഖ്യമന്ത്രി മനസ്സിലാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നെല്ലാം അതേപടി നടപ്പാക്കുന്ന ഒരു തരം ആജ്ഞാനിവർത്തികളും അടിമക്കൂട്ടങ്ങളുമായിട്ട് LDF-ന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും നേതാക്കളും അണികളും മാറിയിടത്താണ് ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിൽ അവർ ഇന്നോളം നേരിടാത്ത ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായത്. ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇത്രയും വലിയ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു വിജയം BJP പോലും സ്വപ്നം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വിചാരിച്ചില്ല, ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ വികാരം. നേരത്തെ ഞങ്ങളുടെ ഫ്ലോറിലെത്തിയ BJP കൗൺസിലർ, നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ സ്റ്റുഡിയോ നിൽക്കുന്ന കരിമം വാർഡിന്റെ കൗൺസിലർ ആശാനാഥ് പറഞ്ഞത്, അതായത് അതിന് CPM-നോട് നന്ദി പറയുകയാണ്. കാരണം ഏറ്റവും അതായത് ചെറുപ്പക്കാരിയായിട്ടുള്ള മേയറെ ഇരുത്തിയതിന്. അതെ, ആശാനാഥ് പറഞ്ഞതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യാണ്. ആശാനാഥ് പറഞ്ഞത് ഈ വിജയത്തിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ BJP വിജയത്തിന്റെ ഐശ്വര്യം ആര്യ രാജേന്ദ്രൻ. അവര് പറയാതെ പറഞ്ഞത് സത്യത്തിൽ ഒരു കാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച വ്യക്തിത്വമായിരുന്നു ആര്യ രാജേന്ദ്രൻ. 21-ാം വയസ്സിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം പോലെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മഹാനഗരത്തിൽ മേയറായി മാറുക എന്തൊരു സൗഭാഗ്യമാണ് ആ കുട്ടിയെ തേടിയെത്തിയത്. പക്ഷെ 5 വർഷത്തിന് ശേഷം അത് ആ പാർട്ടിയുടെ ദൗർഭാഗ്യമായി മാറുമ്പോൾ ആരാണ് അതിന് ഉത്തരം പറയേണ്ടി വരുന്നത്? അതായത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇമേജ് ബിൽഡിംഗ് ആണ്. പല ചെറുപ്പക്കാരും, അത് വ്യത്യാസമില്ല, CPM-ലും കോൺഗ്രസിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു നിരയെ നമുക്ക് കാണാം. റീൽസ് ഇട്ടു, അതുപോലെ തന്നെ ഒരു തരം ഇമേജ് ബിൽഡിംഗ് ആണ് പ്രധാന അല്ലെങ്കിൽ പ്രധാന അജണ്ടയായിട്ട് മാറുന്നത്. അവരെ തെരഞ്ഞെടുത്ത, അവരെ അവരാക്കിയ ജനങ്ങളോടും പാർട്ടിയോടും ഒന്നും അല്ല കമ്മിറ്റ്മെന്റ്, മറിച്ച് സ്വന്തം ആയിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ അഭിരമിക്കുന്ന യുവ നേതൃത്വം, അവർക്ക് കിട്ടുന്ന ശിക്ഷയാണ്, അവർക്ക് കിട്ടുന്ന കൃത്യമായ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇതിനകത്ത് രണ്ടു കൂട്ടർക്കും, അതായത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ, പിണറായി വിരുദ്ധ വികാരത്തിന്റെ, സർക്കാർ നയങ്ങൾക്കെതിരായ സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൾസ് ഇമേജ് ഉണ്ടല്ലോ, അതായത് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്ത ആളുകളെ വശീകരിച്ച ആ തന്ത്രം ഈ കുറി ക്ഷേമ പദ്ധതികളിലൂടെ 400 രൂപ പെൻഷൻ കൂട്ടി, അതായത് കഞ്ഞി കുടിക്കാനില്ലാതെ അവശനിലയിലായി ജീവൻ പോകുന്നൊരവസ്ഥയിലെത്തിയ ആളുടെ വായിലേക്ക് ചോറ് ഇങ്ങനെ കുത്തി കയറ്റുന്ന പോലത്തെ ഒരു പണിയല്ലേ ചെയ്ത്. എത്രയോ നാളായിട്ട് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യാതെ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുമ്പ് എല്ലാ
എല്ലാ ഇതും കൂടെ ഒരുമിച്ച് കൊണ്ട് തള്ളിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ കേരളത്തിലെ ജനം ആ തട്ടിപ്പിൽ വീണില്ല. ഇതല്ല യഥാർത്ഥ നിങ്ങളല്ല ഇപ്പോ ഈ അടുത്ത ദിവസത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവർക്കുണ്ടായി. അതിന്റെ കൃത്യമായ പ്രതിഫലനം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളം ഉണ്ടായ കാലം മുതൽ ഇന്നോളം ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് മേധാവിത്വം ഇല്ലാത്തൊരു കാലം നമുക്ക് ഓർമ്മയുണ്ടോ? 2010-ലും 2000-ലും ഒന്നും ഇത്രയും വലിയ വിജയം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിനേക്കാൾ എന്നെ അമ്പരപ്പിക്കുന്നത് യഥാർത്ഥത്തില് ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നൊക്കെ പറഞ്ഞ CPM-ന്റെ ഒരു മൊണോപ്പൊളിയാണ് അവിടെ. തീർച്ചയായും 3-1 പോലും ഈ പറഞ്ഞ മറ്റാരും എത്താറില്ല. പക്ഷെ ഇത്തവണ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജില്ലാ പഞ്ചായത്തിൽ 7-7 ഫലത്തിൽ കാസർഗോഡ് 1 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്. 8-7 അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയേന്ദ്രൻ സാറ് എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഇതിലും വലിയ ഒരു പരാജയം LDF അവരുടെ ഏറ്റവും പൊടിപ്പാറ. അത് മാത്രല്ല, നോക്കൂ, ഈ കോഴിക്കോടും അതുപോലെ കൊല്ലത്തും അല്ലേ ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ ആവുന്ന പൊന്നാപുരം കോട്ടകൾ. യെസ്, ആ കോഴിക്കോടും കൊല്ലത്തും എന്തൊരു തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊല്ലത്തേക്ക് പരാജയം. കോഴിക്കോട് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തില് CPM അടുത്ത കാലത്തായി തുടരുന്ന ഒരു ഭൂരിപക്ഷ പ്രീണനം എന്നുള്ള ഒരു ആരോപണം അവിടെ ഉണ്ടല്ലോ. അതിന്റെ പേരിൽ അവിടെ ചിലപ്പോൾ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ വല്ലാതെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ കൊല്ലത്ത് അങ്ങനെയൊന്നുമില്ലല്ലോ. കൊല്ലം അവരുടെ ഒരു സിറ്റാടലാണ്. എന്താ പറയാ, ഏത് സുനാമിയിലും ഏത് കൊടുങ്കാറ്റിലും ഇളകാത്ത സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ഈറ്റില്ല ഒന്ന് കശുവണ്ടി തൊഴിലാളികളും കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചെങ്കൊടി പിടിച്ച് ചരിത്രം സൃഷ്ടിച്ച ആ മണ്ണിൽ ഞാൻ അടിവരയിട്ട് പറയാണ്, കൊല്ലത്തിന്റെ വിപ്ലവ വീര്യമുള്ള മണ്ണിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്നാൽ തൊട്ടടുത്ത ആലപ്പുഴയിൽ അത്രയും ദാരുണം ആയിരുന്നില്ല പരാജയം. അതെ അതെ, ആലപ്പുഴയിൽ വിഭാഗീയതയുണ്ട്, പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ കൊല്ലത്ത് നമ്മൾ ഒന്നും കേട്ടിരുന്നില്ല. എന്നിട്ടും കൊല്ലത്തേറ്റത് എന്തൊരു വലിയ ആഘാതമാണ്. അവിടുത്തെ കോർപ്പറേഷൻ പോകുന്നു, അവിടുത്തെ ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെടുന്നു എന്ന് വേണ്ട, അടിപടലം പതറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് ഏറ്റതിലൊക്കെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളൂ. പക്ഷെ കൊല്ലത്ത് ഏറ്റുവാങ്ങിയത് ഫ്രം ദ വെരി ബോട്ടം, അടിത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ എല്ലാ ഇതിലും കനത്ത പരാജയം. കനത്തതെന്നല്ല, അവിശ്വസനീയമായ അമ്പരപ്പിക്കുന്ന പരാജയം എന്നേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. കോഴിക്കോടും ഏതാണ്ട് സമാനമായ ഇതാണ്. സത്യം പറഞ്ഞാൽ അല്പ ആശ്വാസം LDF-ന് അവകാശപ്പെടാനുള്ളത് എൻ്റെ ജില്ലയായിട്ടുള്ള തൃശ്ശൂരിലാണ്. അവിടെ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടെങ്കിലും നഗരസഭകളിൽ ഭൂരിപക്ഷവും LDF-ന് നിലനിർത്താനായി. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ 2020-ലെ അത്രത്തോളം ഇല്ലെങ്കിലും ഏതാണ്ട് ഒരു മേധാവിത്വം നല്ല നിലയിൽ പുലർത്താൻ LDF-ന് കഴിഞ്ഞു. ശരിക്കു പറഞ്ഞാൽ LDF-ന് വലിയൊരു പാഠമാണിത്. അഹങ്കാരത്തിന്. അല്ല, ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇനി 3 മാസം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഇപ്പം നോക്കൂ, സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അത് തെറ്റുതിരുത്തും. അത് സ്ഥിരമായിട്ട് പറയുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. നമ്മൾ പതിവ് പല്ലവിയാണത്. ഇത് ഇനി ഈ 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇവർ ഈ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്? അത് സാധ്യമാണോ? കാരണം ഈ ഒരു ടെമ്പോ നിലനിർത്താൻ BJP-യും അതുപോലെ UDF-ഉം കിണഞ്ഞ് പരിശ്രമിക്കും, ഒരു സംശയവുമില്ല. നോക്കൂ, തിരുവനന്തപുരത്തിൻ്റെ ഭരണസാരഥ്യം BJP-യിൽ എത്തിയിരിക്കുന്നു. കൂടുതൽ വികസന പദ്ധതികൾ, അതിന് കേന്ദ്ര സഹായമടക്കം ഉറപ്പിക്കാൻ സാധിക്കും. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അതിനിടയിൽ ഈ 3 മാസം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നാൽ, അല്ലെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഇനി എന്തെങ്കിലും കിറ്റ് കൊണ്ടുവന്നാൽ, അങ്ങനെ അവർക്ക് ഇപ്പോഴുണ്ടാക്കിയ അങ്ങനെ ഒരു റിപ്പയർ വർക്ക് നടത്താൻ പറ്റുമോ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ന്യൂനതകൾ അവർക്ക് ഈ ചെറിയ കാലയളവിൽ പരിഹരിക്കാൻ പറ്റുമോ? താങ്കൾ പറഞ്ഞ വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രസക്തമാണ് ചോദ്യം. ഞാനത് അംഗീകരിക്കുന്നു. കാരണം ഇപ്പൊ 400 രൂപ പെൻഷൻ കൂട്ടി 35 മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്ക് 1000 രൂപയുടെ പ്രഖ്യാപനം വന്നു. പക്ഷെ നടപ്പാക്കാൻ പറ്റിയില്ല, പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട്. പിന്നെ താങ്ങുവില വർദ്ധിപ്പിച്ചു. അങ്ങനെ നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നുള്ളതൊരു സത്യമാണെങ്കിൽ പോലും അത് വേണ്ടത്ര ഏശിയില്ല. പണ്ട് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്ത ആളുകളെ മുഴുവൻ അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിച്ച ആ തന്ത്രം തന്നെയാണ് എടുത്തത്. പക്ഷെ അത് ക്ലിക്ക് ചെയ്തില്ല. ഇനിയിപ്പോ ഈ 3 മാസം കൊണ്ട് ഒരുപക്ഷെ 2500 എന്ന് പറഞ്ഞൊരു വാഗ്ദാനം ഉണ്ടല്ലോ, പെൻഷൻ വാഗ്ദാനം,
അതിപ്പോ 2000 ആണ്. അതൊരു പക്ഷെ 2500 പ്രഖ്യാപിച്ചേക്കാം. പിന്നെയും അവർ രാവനഴിയിൽ എന്തൊക്കെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് CPM-ന്റെ ചിന്തകന്മാര് അവരുടെ തിങ്ക് ടാങ്ക്സ് ആലോചിക്കുന്നുണ്ടാവും ഗൗരവമായിട്ട് ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഇനി അത് അത്ര എറിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അത്ര ഏശാൻ സാധ്യതയില്ല. കാരണം അവരെ പോലും അമ്പരപ്പിച്ച ഇത് എങ്ങനെ സാധിച്ചു അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് അവരെ എത്ര കടന്ന് ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത, നമ്മൾ ആലോചിക്കണം, കേരളത്തിലെ കലാലയങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിലെല്ലാം യൂണിയനുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കേരള സർവകലാശാല പിടിക്കുന്നു, കോഴിക്കോട് സർവകലാശാല പിടിക്കുന്നു, ഗാന്ധിജി സർവകലാശാല പിടിക്കുന്നു, എല്ലായിടത്തും ഇങ്ങനെ പിടിക്കുന്നു. യുവാക്കളെല്ലാം ഞങ്ങളുടെ കൂടെ, സംഘടിത വിഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ എന്ന് വേണ്ട, ഈ ജനകീയ ആസൂത്രണത്തിന്റെയും മറ്റു എല്ലാറ്റിന്റെയും പേരിൽ ഇങ്ങനെ ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ച് സഹകരണ സംഘങ്ങളിൽ നിയമനം കൊടുത്ത് അങ്ങനെ എല്ലാവരെയും തങ്ങളോട് ചേർത്ത് പിടിച്ച ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് ഇത് എങ്ങനെയാണ് ഈ അടിപടലം പറഞ്ഞു പോയത്? വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതൊരു സാധാ റിപ്പയർ കൊണ്ട് നടക്കില്ല. നമ്മൾ പറയല്ലോ, ഒരു ഓവറോൾ വർക്ക് തന്നെ വേണ്ടി വരും. അതിന് ഈ 3 മാസം മതിയാവില്ല. കാരണം ഇത് സ്വയം വിളിച്ചു വരുത്തിയ ഒരു സംഗതിയാണ്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഭരണവിരുദ്ധ വികാരം, പിന്നെ ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് നമ്മളിപ്പോ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് ശബരിമല കൊള്ള തന്നെയാണ്. ആ ശബരിമല കൊള്ളയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പഴമുറം കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും, തടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടപ്പായില്ല. അടിത്തട്ട് മുതൽ ജനങ്ങളുടെ ആ വിരോധം, ജനങ്ങളിലുണ്ടായ ഒരു അസംതൃപ്തി, ഒരു റിസെന്റ്മെന്റ്, ഒരു വല്ലാത്ത ഒരു ഭരണവിരുദ്ധ വികാരത്തെ രാഹുൽ വികാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പലതും കൊണ്ടോ മറയ്ക്കാനും തടുക്കാനും ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല. അത് തിരുവനന്തപുരം ഇപ്പൊ സമീപകാലത്ത് കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ അനിൽ നമ്പ്യാർ? അതായത് കേരളത്തില് ഒരു തരംഗ സ്വഭാവമുണ്ട് എല്ലാ റിസൾട്ടുകളിലും. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമാനമായ രീതിയിലുള്ള ഒരു ഫലമാണ് കാണുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് അതിന് സമാനമായ ഒരു ഫലം കണ്ടു. അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു ഫലം കണ്ടു. അതായത് അന്ന് അതിന്റെ ഗുണഭോക്താവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പ് നടന്ന കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും LDF ആയിരുന്നു അതിന്റെ ഗുണഭോക്താക്കള്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഇപ്പോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഈ തരംഗത്തിന്റെ ഗുണഭോക്താക്കള് വലിയൊരളവിൽ UDF-ഉം ചില പ്രത്യേക സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP-യുമായി മാറി. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, തിരുവനന്തപുരത്തെ BJP വിജയം മുന്നണികൾക്കുള്ള വലിയ താക്കീതാണ്. ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സിൽ കുറിച്ചതുപോലെ ആ എക്സിൽ അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഒരു കുറിപ്പുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ഈ വിജയം BJP-ക്ക് എത്ര മധുരതരമാണ്, അത് എത്രത്തോളം പ്രധാനമാണ് എന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നു. തിരുവനന്തപുരം ഒരു തുടക്കമാണ്. തിരുവനന്തപുരം ഒരു മാറ്റത്തിന്റെ എന്താ പറയാ, ഒരു വലിയ ഒരു നാന്ദി കുറിക്കൽ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇത് മുന്നണികൾക്ക് അതിന്റെ പാഠം മുന്നണികൾ മനസ്സിലാക്കുന്നില്ല, പ്രധാന മുന്നണികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഇത്തരത്തിൽ പറയാൻ തോന്നുന്നത്.